ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഗൈസ്, നമ്മുടെ 112 കോയിൻ കൊണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. മച്ചാൻ അയച്ചു തന്ന വീഡിയോ ആണ്. നമ്മുടെ ഈ ഒരു ട്രിക്ക് കൊണ്ടാണ് പയ്യൻസിന് റൊണാൾഡോനെ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കോയിന് അത്യാവശ്യം ഒരു 200-300 കോയിനുള്ള ഉറപ്പായിട്ട് ഈ ഒരു ട്രിക്ക് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം പ്രൊബോളിറ്റി കൊണ്ട് ലെക്കടിക്കുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ 100 കോയിൻ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ മച്ചാമാരെ. 100-200 ഇട്ടാൽ മതി, അതിൽ കൂടുതൽ ആരും കോയിൻ ഇട്ടണ്ട. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഈ ട്രിക്ക് ആണ്. കാരണം ഇങ്ങനെ ചെയ്തുകൊണ്ട്, അതായത് ഗൈസ് കറക്റ്റായിട്ട് ആ ഒരു ട്രിക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, മച്ചാൻ ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ റൊണാൾഡീനിയോ കിട്ടണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതേപടി തന്നെ എന്താ പറയുക, നമ്മുടെ 12 കോയിൻ ബാക്കി വെച്ചിട്ട് മച്ചാൻ റൊണാൾഡീനിയോ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വന്ന പാക്കുകളൊക്കെ നല്ല കിടിലൻ പാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക ഗൈസ്. ഞാനപ്പം എൻ്റെ അക്കൗണ്ടിൽ ചെയ്തിട്ട് ഞാൻ കാണിച്ചത് എങ്ങനെയാണ് കിട്ടുന്നത് ഗൈസ്. അപ്പോൾ എന്താ പറയുക, 100 കോയിൻ മാത്രം നിങ്ങൾ കൊടുത്താൽ കേട്ടോ, അതിൽ കൂടുതൽ കോയിൻ ആരും കൊടുക്കണ്ട. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട്, ഉറപ്പായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടോ മച്ചാമാരെ. അതുപോലെ തന്നെ ഗൈസ്, നമ്മുടെ വരാൻ പോണ റുമിയുടെ കാർഡും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 812 കോയിനാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഗൈസ്, നിങ്ങൾക്കറിയാം, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നോക്കുക. നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്യാട്ടോ മച്ചാമാരെ. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നോക്കിയതിന് ശേഷം നമ്മളെന്താ പറയുക, നേരെ റൊണാൾഡീനിയുടെ അടുത്ത് പോകുന്നു, പിന്നെ റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മളെന്താ പറയുക, നമ്മുടെ എല്ലാം സ്റ്റാറ്റസും കാര്യങ്ങളും ജസ്റ്റ് നോക്കുക. അതിനുശേഷം നമ്മൾ എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ ഒന്ന് നോക്കണം കേട്ടോ ഗൈസ്. ഞാൻ എന്താ വെച്ചാൽ മുന്നോട്ട് പോയിട്ട് എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ നോക്കി 2 പ്രാവശ്യം നോക്കണം. അതിനുശേഷം ഗൈസ് വീണ്ടും നമ്മൾ ബാക്കോട്ട് വന്നതിന് ശേഷം എല്ലാം ഒന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ കാർഡും കൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ മച്ചാമാരെ. കാർഡ് എന്നിട്ട് ബാക്ക് ഇറങ്ങുന്നു. അതിനുശേഷം ഗൈസ് വീണ്ടും നമ്മൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണ്. ഇതേ സ്റ്റെപ്പ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് വീണ്ടും നോക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കാർലോസിനെ എടുക്കുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്രസീലിൻ്റെ ഇതിനകത്ത് ഏതാ കാർഡ് വേണ്ടത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം കമൻറ്റ് സെക്ഷനിൽ എത്ര പേർക്ക് ഏതൊക്കെ കാർഡാണ് വേണ്ടത് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ ഒരു അക്കൗണ്ടിലാണ് ഞാനിപ്പോൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം, ഓരോരുത്തരുടെ അക്കൗണ്ടിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. 100 കോയിൻ മാത്രം ഇട്ടാൽ മതി. കാരണം ഗൈസ് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ 107 റേറ്റിട്ട് നമ്മുടെ സുവാരസിനെ ട്രിക്ക് ചെയ്ത് കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, 100 കോയിനൊക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ലോഗിൻ ബോണസും പിന്നെ 850 കോയിൻ കിട്ടിയവരൊക്കെ ഉണ്ട്. ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യും. ഇന്ന് പുതിയ ക്യാമ്പയിനും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കുറേ പേരൊക്കെ കിട്ടിയവരുണ്ടാവും. കുറേ പേർക്കൊക്കെ നമ്മൾ ഇന്നലെ നോക്കിയപ്പോൾ കുറേ പേർക്കൊക്കെ കുറച്ച് പേര് പറഞ്ഞു അത്യാവശ്യം നല്ല കോയിനൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കുക, നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതേപടി ചെയ്ത് നോക്കുക, എല്ലാം കറക്റ്റ് ഈ സ്റ്റാറ്റസും കാര്യങ്ങളും അതേപടി ചെയ്ത് നോക്കുക മച്ചാമാരെ. ഇനി നമ്മൾ സിയോട് ചെക്കിയതിന് ശേഷം നമ്മൾ ഈ കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്, അവരെ എടുത്ത് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രൊബോളിറ്റി കിട്ടുള്ളൂ. അതായത് ആ പാക്ക് കിട്ടാണ്ട് വേറെ പാക്കിലേക്ക് പോകാത്ത രീതിയിൽ ലൂയിസ് ഹെൻഡ്രിക്ക് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു പ്ലെയർ ഉണ്ട്, ആ ഒരു പ്ലെയറിനെ എടുക്കുന്നു ഗൈസ്. ആ ഒരു പ്ലെയറിനെ എടുത്തിട്ട് ഇതേപോലെ സ്റ്റാറ്റസും കാര്യങ്ങളും നോക്കട്ടെ, നിങ്ങൾ മാറ്റമൊന്നും ചെയ്തേക്കരുത്. ഓക്കെ, നമ്മുടെ അതിനുശേഷം ഗബ്രിയൽ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, RWF ആണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതേപടി ചെയ്യുക. നിങ്ങൾ ഈ ഒരു പാക്കിൽ ഗൈസ് എന്താ പറയുക, എനിക്ക് തോന്നുന്നു റൊണാൾഡീനിയോ ആണോ എന്നറിയില്ല, കൂടുതലും പേരും റൊണാൾഡീനിയോനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഡഗ്ലസ് ലൂയിസ് എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ എടുക്കുന്നു. ഓക്കെ, ബാക്ക് വന്നിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം നമ്മൾ മച്ചാമാരെ വീണ്ടും നമ്മുടെ ബാക്കോട്ട് വന്നു. അതിനുശേഷം വീണ്ടും ഗൈസ് നമ്മൾ സിയോണ് നിൽക്കുകയാണ് ഗൈസ്. ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രൊബോളിറ്റിക്ക് വേണ്ടിയിട്ടാണ്. മുറിലോ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, മുറിലോ, ആ ഒരു പ്ലെയറിനെ എടുക്കും. നമ്മൾ ഹൈലൈറ്റ് അല്ലായിട്ട് വേറൊരു സ്റ്റാൻഡേർഡ് പ്ലെയർ ഒന്നും എടുക്കുന്നില്ല, ഈ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ ഗൈസ്. അതിനുശേഷം നമ്മൾ AMF ഉണ്ട്, RWF ഉണ്ട്. കുറച്ച് താഴേക്ക് പോവാണ്, ഡാനിലോനെ എടുക്കുന്നു, CF ആണ്. അപ്പോൾ ഗൈസ് നമ്മളെന്താ പറയുക, ബാക്ക് ഇറങ്ങി ഒന്നുകൂടെ ഡാനിലോനെ എടുക്കുന്നു, വീണ്ടും ബാക്ക് ഇറങ്ങി, 3ാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ ഇടക്കുന്നു, വീണ്ടും ബാക്ക് ഇറങ്ങി ഗൈസ്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു പാക്ക് കിടില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഗൈസ്, നമ്മൾ ഓൾറെഡി കോമാച്ച് വരുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും കളിക്കാം. ആൻഡ്രിയസ് പിയേര എന്ന് പറഞ്ഞിട്ട് AMF പ്ലെയർ ഉണ്ട്, ആ ഒരു പ്ലെയറിനെ എടുക്കുന്നു, വീണ്ടും എടുക്കുന്നു ഗൈസ്. അപ്പം എന്തായാലും നല്ല കിടിലിൻ്റെ ഒരു പാക്കാണ്. 150 പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ ഗൈസ് ഓൾറെഡി നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ ആനിവേഴ്സറി ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ എന്തായാലും AMF ആട്ടോ നമ്മുടെ റൊണാൾഡീനി, അതുകൊണ്ടാട്ടോ ഞാൻ AMF തന്നെ എടുത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാം ഗൈസ്, നമ്മുടെ ആനിവേഴ്സറി പ്രമാണിച്ച് എന്താ പറയുക, നമ്മുടെ കൊനാമി എന്തായാലും നമുക്ക് എന്തെങ്കിലും കാർഡുകൾ ഫ്രീ ആയിട്ട് തരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 26 ഫ്രീ ട്രേ ഒക്കെ തന്നായിരുന്നതാണ് നമ്മുടെ ഡെനിസ്ലോ ബെക്കംബറിൻ്റെ ആ ഒരു ടൈമിൽ. അപ്പോൾ എന്തായാലും നമുക്കും കൂടെ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കട്ടോ മച്ചാമാരെ. നിങ്ങൾ സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്ത്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞാണ്, അതായത് വേറൊന്നുമല്ല, നമ്മൾ പലർക്കും കിട്ടാണ്ട് പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, സ്റ്റെപ്പ് കുറച്ച് ടൈംലി പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് എവിടെന്നെങ്കിലും ഇപ്പം ഇനി അഥവാ നിങ്ങൾ
എന്താ പറയാ, ഇനി അഥവാ സ്റ്റെപ്പ് എങ്ങാനും മാറിപ്പോയി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, അത് മൊത്തം ബാക്ക് അടിച്ചിട്ട് അത് കളഞ്ഞിട്ട് പുതിയതായിട്ട് ഒന്നുകൂടെ ചെയ്യാട്ടോ. ഒരു ഫോണിൽ വെച്ചിട്ട് ഒരു ഫോണിൽ കണ്ട് ചെയ്താൽ മതി. കാരണം നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട. കാരണം മച്ചാന്മാരെ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് അവിടെ കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് ഇതാണെന്ന് പറയുന്നത്. അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് കുറേ പേർക്ക് കിട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചേട്ടോ. റോബർട്ടോ കാർലോസിന് എടുക്കുന്നു മച്ചാന്മാരെ. അപ്പോൾ എൻ്റെ അക്കൗണ്ടിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ മച്ചാന്മാരെ. അപ്പോൾ എന്തായാലും നമുക്ക് ആരും ഇൻവൈറ്റ് അടിച്ചു റോബർട്ടോ കാർലോസ്. പിന്നെ ഗൈസ് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യട്ടെ, നിങ്ങൾ ഡിവിഷൻ മാച്ചിലൊക്കെ എത്ര എത്തിയെന്ന്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ പേര് പറയുന്നുണ്ടായിരുന്നു 2 കയറി കഴിഞ്ഞിട്ട് ഭയങ്കര പാടാണ്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇത് ജസ്റ്റ് കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ പാസ് ഡിലേ ആയിട്ട് വരുന്നുണ്ട്, അതൊക്കെ മാറി കിട്ടും കേട്ടോ. ഇവർ മെയിൻ്റെനൻസ് എന്നാണ് പറയുന്നത്. കൊനാമിയുടെ സൈറ്റ് കിടപ്പുണ്ട്, അതൊക്കെ മാറ്റി കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോമാച്ച് നമുക്ക് കളിക്കാൻ പറ്റിയില്ലോ, പക്ഷെ ഇന്നലെ റെഡിയായി. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അപ്പം പാസ് ഡിലേ ഒക്കെ വരുന്നുണ്ട് മച്ചാമാരി. ഇത് നമ്മൾ നേരിട്ട് കൊടുക്കാൻ പോവാണ്. റൊണാൾഡീനെ എടുത്തു. അതിനുശേഷം വീണ്ടും ഇതാ നമ്മൾ കുറച്ചു നേരം മാത്രം വെയിറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. വേറെ അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് 100 കോയിൻ കൊടുക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും ഇനി നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ അവരെ ഓൾറെഡി നമുക്ക് ഈ ഒരു പാക്ക് 6 ദിവസമുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ സുവാരസിന്റെ പാക്കിന് ഭയങ്കര പ്രോബിലിറ്റി ആയിരുന്നു. കാരണം നിങ്ങൾക്കറിയാം കുറേ നമ്മുടെ യൂസേഴ്സിന് അധികം പേർക്കും 100 കോയിനൊക്കെ കിട്ടിയൊരു ചറപറ കുറേ എണ്ണം ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളും അതിലൊരു ഭാഗ്യവന്മാരാവട്ടെ ഗൈസ്. അപ്പൊ ഞാൻ വീണ്ടും നമ്മുടെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസിനെ പറ്റി നോക്കിയിട്ടോ ഗൈസ്. ഇനി നമ്മളെന്താ പറയാ, ഇത് ചെയ്ത് ക്യാൻസൽ ചെയ്തു. സെക്കൻഡ് ടൈം ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് നോക്കാം. എന്റെ അക്കൗണ്ടിൽ 100 കോയിൻ ഞാൻ റെക്കോർഡിംഗ് ആണ്, ഞാൻ നോക്കി നോക്കാം. 812 കോയിൻ ഉണ്ട്. 100 കോയിൻ കൊടുത്തിട്ടുണ്ട് മച്ചാമാരെ. എപ്പിക് ഓർ നോട്ട് ഗൈസ്. എന്റെ അക്കൗണ്ടില് എടാ പ്രാങ്ക് ആക്കി കൊനാമി, എന്നെ വീണ്ടും പ്രാങ്ക് ആക്കി മച്ചാമാരെ. എന്റെ അക്കൗണ്ടില് എപ്പിക് അല്ലടാ. ഇവര് എന്നെ വിളിക്കാം. എന്താ ബെൽജിയൻ ലീഗ് എന്ന് പറഞ്ഞിട്ട് പ്ലെയറിനെയാണ് കിട്ടിയല്ല, പ്ലെയർ അല്ല, ആ ഒരു ഇതിലുള്ള പ്ലെയറിനാണ് LB ആണ് കിട്ടിയത് ഗൈസ്. അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും റൊണാൾഡീനെ കിട്ടട്ടെ. ഞാൻ 100 കോയിൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ, അതിൽ കൂടുതൽ കോയിൻ ആക്കിയിട്ടില്ല. അപ്പൊ എല്ലാവരും കിട്ടട്ടെ എന്ന് വെച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ കഴിയണം. അപ്പൊ എല്ലാവരും ലൈവിൽ വരിക, നമുക്ക് കോമാച്ചും പിന്നെ ഡിവിഷൻ മാച്ചൊക്കെ കളിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.